ഇരമ്യാ പ്രവചനം 29:12-13 വാക്യങ്ങൾ. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇസ്രായേൽ ജനം തൻ്റെ സ്വന്തമായിരിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവം അവരെ തൻ്റെ നിക്ഷേപമെന്നും ഭൂമിയിലെ സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തെന്നുമൊക്കെ വിശേഷിപ്പിച്ചു. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത നിയമങ്ങളും പ്രമാണങ്ങളും നൽകി. ലോകത്തിൽ മറ്റാർക്കും വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി. അവർക്കായി തൻ്റെ ഭുജത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയപ്പോൾ ലോകം അവരെ കണ്ട് അത്ഭുതപ്പെട്ടു. ചെങ്കടൽ പിളർന്നതും യോർദാൻ വിഭജിച്ചതും പോലുള്ള മഹാത്ഭുതങ്ങൾ ദൈവം അവരുടെ വിടുതലിനായി ചെയ്തു. ദൈവം അവരുടെ ഇടയിൽ അവരോട് കൂടെ ഉണ്ടെന്ന് ലോകത്തിനെല്ലാം മനസ്സിലാകുന്ന വീര്യപ്രവൃത്തികളായിരുന്നു ഇവയെല്ലാം. ഇത്രയും ഭാഗ്യാനുഗ്രഹങ്ങൾ ലഭിച്ച ജനം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതിരിക്കുമോ? ഉറപ്പായും അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകും. എന്നാൽ ഇവിടെ ഇരമ്യാവിലൂടെ ആ വാഗ്ദത്തം ദൈവം ആവർത്തിക്കുന്നത് പ്രത്യേക സാഹചര്യത്തിലാണ്. ദൈവത്തെ സ്നേഹിച്ചനുസരിക്കാൻ അവർ തയ്യാറാകാത്തതിൻ്റെ ഫലമായി, ദൈവത്തെ മറന്ന് ജീവിച്ചതിൻ്റെ ഫലമായി ദൈവം അവരുടെ മേൽ വച്ചിരുന്ന പ്രത്യേക സംരക്ഷണങ്ങളുടെ മതിലെല്ലാം നീക്കിക്കളഞ്ഞു. അനുസരിക്കാത്തവരുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ചെവി കൊടുത്തില്ല. എന്നാൽ ഇപ്പോൾ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അവരോട് മടങ്ങി വരാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ മടങ്ങി വരാൻ തയ്യാറായാൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് വാഗ്ദത്തം നൽകുന്നു. കേവലം ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള താൽക്കാലികമായ മടങ്ങിവരവല്ല. ഹൃദയംഗമായി ദൈവത്തെ സ്നേഹിച്ച് മടങ്ങി വന്നാൽ അവർ ദൈവത്തെ കണ്ടെത്തും. നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നതും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ, അന്വേഷിക്കാൻ, പിന്തുടരാൻ, അനുസരിക്കാൻ ഒക്കെയാണ്. അപ്പോൾ ഉറപ്പായും നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ദൈവം ഉത്തരം നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.